ഹായ്, ശിഹാബ് മേത്തറെ പറ്റി ഞാൻ ചെയ്ത വീഡിയോയുടെ താഴെ വന്ന ഒരു കമന്റിന്റെ മറുപടി, ജസ്റ്റ് ഒരു മറുപടി. നീ മരിച്ചാൽ എവിടെ അടക്കും, എന്ത് ചെയ്യൂ എന്നുള്ളത്. അല്ലടാ, ഞാനെന്താ എച്ചിൽ മുച്ചിലീമ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എച്ചിലുകളെ നീയൊക്കെ വന്ന് അതിനകത്ത് അങ്ങനെ ഒരു കമന്റ് ഇട്ട് ചോദിക്കാൻ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എക്സ് മുസ്ലിംസ് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ, ഇസ്ലാമിയരാണ് ആ ചോദ്യം ചോദിച്ചെങ്കിൽ ആ ഭാഷ എഴുതില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയുണ്ടല്ലോ, ആ ഭാഷ അവിടെ എഴുതി വെക്കുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അങ്ങനെ ഒരു മറുപടിയാണ് അതിന് കറക്റ്റ്. മനസ്സിലായില്ല? അത് കണ്ടുകൊണ്ട് ഈ വിഷയം ചോദിക്കുമ്പോൾ ഉള്ള ടെൻഷൻ ആവുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ ഇത് കൂടുതൽ അങ്ങോട്ട് ചോദിക്കാന്ന് പറഞ്ഞ് നിരന്തരം വീണ്ടും ചോദിച്ച ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. എടാ എച്ചിൽ മുസ്ലിമുകളെ, ഞാൻ ഇസ്ലാം മതത്തിന് എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് പള്ളിക്കാട്ടി കിടക്കണമെന്ന് പറയത്തില്ല. എനിക്ക് ഇസ്ലാമിനെതിരെ പറയണമെന്ന് തോന്നിയാൽ, പള്ളിക്കെതിരെ പറയണമെന്ന് തോന്നിയാൽ, ഞാൻ ചത്താൽ എൻ്റെ ബോഡി പോലും അവിടെ എടുക്കരുതെന്ന് ഞാൻ എഴുതി വെച്ചിട്ടേ പോവുള്ളൂ. അതെന്താ, നിനക്കൊന്നും അത് പറയാൻ പറ്റുന്നില്ലേ? മരിച്ചാൽ ഉടനെ കൊണ്ടുപോയി ഇടാൻ ഒരു സ്ഥലം വേണമെന്നും എന്നെ എല്ലാവിധ ചടങ്ങുകളോടുകൂടി ദഹിപ്പിക്കണമെന്നും, ദഹനം എന്ന് പറയുന്നത് കത്തിക്കുകയല്ല കേട്ടോ, അടക്കം ചെയ്യുക എന്ന് പറയുകയും ചെയ്തിട്ട് പിന്നെ ഇരുന്നു കൊണ്ട് ഇസ്ലാമിനെതിരെ പറഞ്ഞതിനാണ് ഞാൻ പറഞ്ഞത്. അതിന് നിന്റെയൊക്കെ കയ്യിൽ ഉത്തരവുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പൊത്തിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? പിന്നെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പൊതു ശ്മശാനം അവൈലബിൾ ആണ്, അത് ഏത് ബോഡിയും ദയിപ്പിച്ചു തരും. ഗവൺമെന്റ് എടുത്തോണ്ട് ചത്തുപുഴുത്ത് നാട്ടുകാർക്ക് നാറ്റം ഉണ്ടാവാതിരിക്കും, അവരെടുത്തോണ്ട് പോയിക്കോളും. അപ്പൊ അതല്ല ആവശ്യം, പള്ളിക്കാട്ടി തന്നെ പോണം. അപ്പൊ ഉള്ളിൽ ഉണ്ടത്. ആ ഉള്ളിലുള്ള സാധനത്തിനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അത് കൊണ്ടുപോകാൻ വയ്യാത്ത മടി കൊണ്ട് മാത്രം ഇസ്ലാമിനെതിരെ പറഞ്ഞതാണ്. പ്രത്യേകിച്ച് ഇസ്ലാമി പെൺകുട്ടികളെയൊക്കെ പറ്റി പറയുന്നതൊക്കെ കേൾക്കണം. അയ്യോ എന്തുവാ, അതുകൊണ്ട് പെണ്ണുമ്പിളയെ അവരങ്ങ് മതം മാറ്റി, എന്നിട്ട് മതമില്ലാതെ ജീവിച്ചു. പക്ഷെ ചത്തപ്പം കിടക്കാൻ വേണം സ്ഥലം. അപ്പൊ ഞാൻ മരണപ്പെട്ടാൽ എന്താടാ, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ ശവം എവിടെ കൊണ്ടിടണം എന്നുള്ളത് എൻ്റെ മക്കൾ തീരുമാനിക്കും. പ്രത്യേകിച്ച് എൻ്റെ മൂത്ത മകൻ എന്തായാലും അത് തീരുമാനിക്കും. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാനത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ മെഡിക്കൽ കോളേജിൽ, പിന്നെ വീട്ടുകാർ, പ്രത്യേകിച്ച് എൻ്റെ ബ്രദറോ എൻ്റെ ഉമ്മയോ എൻ്റെ സിസ്റ്റേഴ്സോ ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പരാതി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമുള്ളതുപോലെ വിട്ടുകൊടുക്കും മകൻ. കാരണം അനുസരണയുള്ള കുട്ടിയാണ്, അതുകൊണ്ടാണ്. അപ്പം അവിടെ ഞാനും അതനുസരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർ പറയുന്നത് കണക്ക് ചെയ്തോട്ടെ എന്ന് പറയും. മരണശേഷം എൻ്റെ ബോഡി കൊണ്ടുപോയി പിന്നെ രക്തസാക്ഷി ഒന്നും കാണിക്കാനോ അല്ലെങ്കിൽ വേറൊന്നിനോ ഒന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് പള്ളിക്കാട്ടിൽ ഒരു സ്ഥലമുണ്ട്, എൻ്റെതായ ഞങ്ങളുടേതായ ഒരു കുടുംബവക അവിടെ ഒരു കല്ലറയുണ്ട്, അവിടെ കൊണ്ടുവന്ന് അങ്ങ് കുഴിച്ചിട്ടോളും. ആരും ടെൻഷൻ അടിക്കേണ്ട. ഇതൊന്നും പോരെങ്കിൽ അവിടെ കുറച്ച് പറമ്പുണ്ട്, ഞാൻ അതിനകത്ത് ഒരു ചെറിയൊരു കുഴി കുഴിച്ച് ഇപ്പം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എപ്പോൾ മരിച്ചാലും കൊണ്ടുവന്ന് അതിനകത്ത് വെച്ച് അങ്ങ് മൂടിയാൽ മതി, ഒരു ടെൻഷനും ഇല്ല. ഞാൻ എന്തായാലും ഞെച്ചുമുച്ചിലീത്തരവും പറഞ്ഞുകൊണ്ട് നാട്ടിൽ നടക്കുന്ന അത്രയും കാര്യങ്ങൾ എടുത്തു വെച്ച് തീവ്രവാദികളെന്നും മറ്റത് മറിച്ചതും ഒന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ അങ്ങോട്ട് അവഹേളിച്ച ശേഷം അവരുടെ ആചാരപ്രകാരം അടക്കം ചെയ്യണം, മയ്യത്ത് നമസ്കാരം നടത്തിക്കൊണ്ടേ കുഴിച്ചിടണമെന്നൊന്നും ഞാൻ പറയാറില്ല. അത് പറഞ്ഞത് നാണക്കേടാണ്, ഭോഷത്തരമാണ്. ആ ഭോഷത്തരം മനസ്സിലാകാത്ത നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എൻ്റെ ശവം എവിടെ കൊണ്ട് കുഴിച്ചിടൂ എന്നുള്ളതിനൊരു തീരുമാനമായില്ലേ, ആ തീരുമാനം തട്ടിയുടെ അങ്ങോട്ട് തള്ളിക്കൊണ്ട് തന്നിട്ടുള്ളത് കേട്ടാ. അതുകൊണ്ട് കമന്റ്സിൽ അങ്ങനെ നിരന്ന് എഴുതി വെക്കണ്ട. ഞാൻ ചത്താ കുഴിച്ചിടാൻ സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ എച്ചിലല്ല. പലരും വന്നിട്ട് നീയും അതല്ലേന്ന്. ആടാ, ഞാൻ എന്താ, നീ എവിടെ കണ്ട എന്നെ എച്ചിലിന്റെ കൂടെ? എന്നെ എക്സ് മുസ്ലിം എന്നും എന്നെ സംഘി എന്നും നിങ്ങൾ വിളിച്ചണ്ട. ഇത് രണ്ട് ഞാൻ എന്തായാലും ചത്താലും ആവാൻ പോകുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള എന്നെ പ്രൊവോക്ക് ചെയ്യാനുള്ള കൊണ അവിടെ കൊണ്ടുവന്ന് എഴുതി വെച്ച മുത്തിക്കും മുത്തപ്പനും അതിന്റെ അപ്പന്റെ അപ്പനും ഞാൻ പറയും. കാരണം അത് അർഹിക്കുന്നവരാണ് ആ ചോദ്യം അവിടെ ഒന്ന് ചോദിക്കുന്നത്. എന്നെ അല്ല ഖബറിസ്ഥാനിൽ കൊണ്ട് കുഴിച്ചിട്ടത്, അങ്ങേരെയാണ്. അവരെ വീട്ടുകാരുടെ അടുത്തും അവരെ കുടുംബക്കാരുടെ അടുത്തും പോയി ചോദിക്കേണ്ട ചോദ്യം എൻ്റെ അടുത്തൊന്നും ചോദിക്കരുത്. മനസ്സിലായോടാ? Thank you.